കേരളത്തിൽ നട്ടം തിരിഞ്ഞു കഴിഞ്ഞല്ലോ. ജനം തലയിൽ കൈവച്ച് സർക്കാരിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആ ശാപം കേട്ട് തുമ്മിക്കൊണ്ടേയിരിക്കുകയായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കേരളത്തിലെ വിപണിയെക്കുറിച്ചും വില നിലവാരത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അങ്ങേക്ക് താല്പര്യം കേന്ദ്രത്തെക്കുറിച്ച് പറയാനാണെങ്കിലും ദയവായി ഇതുകൂടി കേൾക്കൂ. അപ്പോൾ കേരളത്തിലെ കമ്പോള നിലവാരം, അങ്ങയുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ച് സാമ്പാറും അവിയലും ഒക്കെ വെക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ സാമ്പാർ വെക്കാനും അവിയൽ വെക്കാനുമായിട്ടൊക്കെ വാങ്ങുന്ന പച്ചക്കറിക്ക് എത്ര രൂപ കൂടുതലായി ഒരു മാസം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്കെടുത്താൽ മതി. ചില ദിവസങ്ങളിൽ കൂടുകയും കുറയുകയും ചെയ്യുന്ന രീതിയിൽ പലതരത്തിലുള്ള കൃത്രിമവും ഇപ്പോൾ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ വിപണിയിൽ. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സർക്കാരിന് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ വീട്ടിലും പച്ചക്കറി വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ ഓരോ മാസത്തെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറിക്ക് ഒരു മാസം 5000 രൂപയെങ്കിലും എക്സ്ട്രാ ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് അത് ഓരോ വീട്ടിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഉണ്ണിസാറൊക്കെ പ്രത്യേക പച്ചക്കറികളൊക്കെ സാലഡ്സ് ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ ചിലവാക്കേണ്ടി വരും. സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയും ഒരു തോരനും ഒരു സാമ്പാറും ഒരു അവിയലും ഒക്കെ മാറി മാറി പല ദിവസങ്ങളിൽ വെക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രതിമാസ ചെലവിൽ ഒരു 5000+ ആ വർധന എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വാങ്ങൽ ശേഷി കൂടുന്നില്ല, പർച്ചേസിംഗ് പവർ കൂടുന്നില്ല. എന്നാൽ അവരുടെ അവർക്ക് ചെലവാക്കേണ്ട തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് കൂടി വരുന്നു എന്നുള്ളത് അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ നമ്മൾ സർക്കാർ എങ്ങനെ തെറ്റുതിരുത്തണം, CPIM എങ്ങനെ തിരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതിപക്ഷം പറയുന്നത് ജനം വിശ്വസിക്കാനാണ് സാധ്യത. മാത്രമല്ല അതാണ് സത്യവും. കാരണം സപ്ലൈകോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈകോയെ നമ്മൾ കളിയാക്കി പലരും ട്രോളാക്കിയൊക്കെ ഇടുന്നതാണ്. സപ്ലൈ ഇല്ല സപ്ലൈകോ എന്ന് പറയാറുള്ളതാണ്. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. പല റാക്കുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എത്രയോ കാലമായി. കഴിഞ്ഞ ഓണക്കാലം തൊട്ട് നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുത്തു. നമ്മൾ ഈ ചാനലിൻ്റെ റീലോഞ്ചിന് ശേഷം സപ്ലൈകോയിലെ അവസ്ഥ എത്ര തവണ ദൃശ്യങ്ങളായി നമ്മുടെ മുന്നിലേക്ക് എത്തി. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്തത് മൂലം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴം അത് കൂടി വരികയാണ്. അതിൽ ഇടപെടൽ വരുത്തി കുറയ്ക്കേണ്ട സർക്കാർ പലയിടങ്ങളിലും തെന്നി മാറി പോവുകയാണ്. അല്ലെങ്കിൽ മുഖ്യ പരിഗണന എന്ന് പറയുന്നത് മറ്റു പല വിഷയങ്ങളിലേക്കും പോവുകയാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ വസ്തുതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നിപ്പോൾ സഭയിലേക്ക് വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുന്ന അവസ്ഥ സഭയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം വിപണിയിലെ ഇടപെടലിൽ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. പച്ചക്കറി ആവട്ടെ, ഞാനിപ്പോൾ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞു, പഴവർഗ്ഗങ്ങളാകട്ടെ, അതുപോലെ തന്നെ മുട്ട, ഇറച്ചി, മീൻ, പലവ്യഞ്ജനം ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്തിന് ഇപ്പോൾ ഒരു കിലോ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-10 മത്തിയായിരിക്കും വരിക. എത്രയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്? അങ്ങനെ മീനിൻ്റെ വില, പഴവർഗ്ഗങ്ങളുടെ വില, എല്ലാത്തിൻ്റെയും വില കൂടുന്നുണ്ട്. അങ്ങിപ്പോൾ പറഞ്ഞ ഈ തക്കാളിയും മുരിങ്ങയ്ക്കയും കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലല്ലോ. എല്ലാ സാധനങ്ങളും വാങ്ങണം. എല്ലാം കറിയാക്കി കഴിക്കുന്ന മലയാളിയാണ്, പൊതുവെ കറികളോട് ഇഷ്ടമുള്ള മലയാളിയാണ്. അല്ലാതെ സാൻഡ്വിച്ചിലൊന്നും എല്ലാവരും തൃപ്തിപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള 50% മുതൽ 200% വരെയുള്ള ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് നമ്മൾ അടങ്ങുന്ന എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നോക്കൂ, സപ്ലൈകോയുടെ 50ാം വാർഷികമാണ്. അപ്പോൾ ഈ സപ്ലൈകോയുടെ 50ാം വാർഷികത്തിൽ ആ സ്ഥാപനത്തിൻ്റെ അന്തകരായി മാറുന്ന ഒരു സർക്കാർ, അങ്ങനെയാണ് നിങ്ങളെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. അതായത് ഇതുവരെയുള്ള കുടിശ്ശിക എത്രയാണ്? 3000, 3500, അത് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ആ കുടിശ്ശിക കൂടി നിൽക്കുന്നു. ഇത്ര തുക കൊടുക്കാനുണ്ട് എന്നുള്ള കണക്കുകൾ വരുമ്പോൾ അവിടെ കൃത്യമായ ഒരു മറുപടി പറയാനില്ല. എന്തുകൊണ്ടാണ് വിലക്കയറ്റം എന്ന് അന്വേഷിക്കുന്നതിനായിട്ടുള്ള കൃത്യമായ ഒരു സംവിധാനം പോലും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല. എവിടെയാണ് ഈ കരിഞ്ചന്ത അല്ലെങ്കിൽ ഈ പൂഴ്ത്തിവയ്പ്പ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ അവശ്യ സാധനങ്ങൾക്ക് തീവിലയാണ് എന്നുള്ളത് അവനവൻ്റെ അടുക്കളയിലേക്കൊന്ന് നോക്കിയാൽ ഈ ഭക്ഷ്യമന്ത്രിക്ക് മനസ്സിലാകുമല്ലോ. ഭക്ഷ്യമന്ത്രി GR അനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഒന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടും. വേറെ എവിടേക്കും പോകേണ്ട. വീട്ടിൽ സാധനം വാങ്ങാൻ ഉച്ചയ്ക്ക് ചോറിന് സാമ്പാർ ഒഴിക്കുമ്പോൾ ആ സാമ്പാറിൽ ഇട്ട കഷ്ണത്തിന് വില കൂടിയെന്ന് അദ്ദേഹത്തിന് വീട്ടിലാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം ഒരു സർക്കാരിന് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഇന്നിപ്പോൾ നിയമസഭയിൽ കേട്ട മറ്റൊരു ചോദ്യം, 85 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ചിക്കൻ എവിടെ? ചിക്കൻ പോയിട്ട് ഒരു കോഴിക്കാല് പോലും 85 രൂപയ്ക്ക് കിട്ടാനില്ല എന്നാണ് റോജി എം ജോൺ പറയുന്നത്. അപ്പോൾ കോഴിയുടെ വില, അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ നേരിട്ട് ബാധിക്കുന്നതായതുകൊണ്ട് അത് പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് കൃത്യമായി ചർച്ച ചെയ്യേണ്ടതും പരിഹാരം കാണേണ്ടതുമായ ഒരു വിഷയമാണ്. മറ്റൊരു കാര്യം ഈ പച്ചക്കറി സംഭരണത്തെക്കുറിച്ചാണ്. പച്ചക്കറി സംഭരണത്തിൽ തന്നെ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. സംഭരിച്ച പച്ചക്കറിയുടെ, കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും കൊടുക്കാതെ കുടിശ്ശികയാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വട്ടവട അടക്കമുള്ള മേഖലകളിലെ നമ്മുടെ കർഷകർ അത് ഇടനിലക്കാർ വഴി മറിച്ച് വിൽക്കുകയാണ്. സർക്കാരിന്, ഹോർട്ടികോർപ്പിന് സംഭരിക്കാൻ കൊടുത്തിട്ട് പണം കിട്ടില്ല എന്നുള്ളത് അവർക്ക് അറിയാം. കഴിഞ്ഞ ഓണത്തിനെടുത്ത പച്ചക്കറിയുടെ കാശ് കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് അവർ മുന്നോട്ട് പോവുക? അപ്പോൾ അരി എത്ര എന്നിവരിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു പറ്റിക്കുന്ന അതേ നയം തന്നെയാണ് ഇന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ആവർത്തിച്ചത്. അപ്പോൾ ആ ഉത്തരമല്ല വേണ്ടത്. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ അരി ഇത്ര എന്നാണ് പറയേണ്ടത്, അല്ലാതെ പയർ അഞ്ഞാഴി എന്നല്ല പറയേണ്ടത്. ഇനി
വില കൂടുന്ന സാധനത്തിന്റെ എവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്താനോ ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ആ ഒരു അന്വേഷണത്തിലേക്ക് നമ്മളടക്കം പല കാര്യങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളതാണ്. വരുന്ന പച്ചക്കറിക്ക് എവിടെ വെച്ചാണ് അവിടെ കൊടുക്കുന്ന വില, അതായത് ഹോൾസെയിലായി എടുക്കുന്ന പച്ചക്കറിക്ക് എവിടെ വെച്ചാണ് വില കൂടുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ്. പലതവണ അങ്ങനെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇവിടെ കർഷകരുടെ ആത്മഹത്യ വരുമ്പോൾ ആ ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷേ കർഷകന് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ ബോധവൽക്കരണമുണ്ട്. മറ്റേ മട്ടുപ്പാവിൽ കൃഷി, വീട്ടുമുറ്റത്ത് പച്ചക്കറിത്തോട്ടം, അടുക്കളത്തോട്ടം, അങ്ങനെ പല പല കോൺസെപ്റ്റ്സ് ഉണ്ട്. പക്ഷേ അതനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായ ഒരു ഒബ്സർവേഷനിലേക്ക് സർക്കാർ പോയിട്ടില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ജനങ്ങളെ വലച്ചു കഴിഞ്ഞു, ജനം നട്ടം തിരിഞ്ഞു കഴിഞ്ഞു. ഇനി തിരിയുമോ എന്നല്ല, തിരിഞ്ഞു കഴിഞ്ഞു സാർ. Meet the editors.